അയ്യോ നമ്മുടെ BMW മച്ചാൻ പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ചെറിയൊരു ഷിവർ വരുന്നുണ്ട്. അത് കാരണം സാധനങ്ങളൊക്കെ ഓക്കെ. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കിടുക്കാച്ചി മുതലിനെയാണ്. ഫോർക്ക് ലിഫ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു മെഷീൻസിനെ പരിചയപ്പെടുണ്ടാവും. എക്സ്കവേറ്റർ, JCB, ക്രൈൻ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും മിനിയേച്ചർ വേർഷൻ വർക്കിംഗ് മോഡൽ നിങ്ങൾ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് 1/18 സ്കെയിലിൽ വരുന്ന ഒരു ഫോർക്ക് ലിഫ്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കിടുക്കാച്ചി ഐറ്റമാണ്. ഹോബി ഗ്രേഡ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല, കാരണം അത് ഹോബി ഗ്രേഡ് ആണെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ ടോയ് ഗ്രേഡിൽ വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഹോബി ഗ്രേഡിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഇതിലുള്ളത്. അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സിങ്ങിലേക്ക് കിടക്കുകയാണ്. അയ്യവ, ഇതാണ് മുതൽ. ഇവനെ ഫിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ചെറിയ ക്ലാമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റിമോട്ടൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വണ്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റിമോട്ട് വരുന്നത്. ഒരു പ്രത്യേക ടൈപ്പുള്ള ഡിസൈനൊക്കെയാണ് കേട്ടോ. എയറിലൊക്കെ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ ഇതാണ് റിമോട്ട് വരുന്നത് കേട്ടോ. പൊളിയല്ലേ ഐറ്റം? ക്യാറ്റിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ഗെയിമറൊക്കെ ഗെയിമൊക്കെ PS5 ഗെയിം കളിക്കുന്ന ആ ഒരു രീതിയിലുള്ള റിമോട്ടാണ് കേട്ടോ. മൊത്തം 1 2 3 4 5 6 ഫംഗ്ഷൻ വരുന്ന ആ സ്വിച്ചസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇവനെ അങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് അടിയിൽ ക്ലാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ചെക്കിങ്ങിന് വേണ്ടി അഴിച്ചായിരുന്നു. അപ്പോൾ ആ ക്ലാമ്പൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ ഇങ്ങനെ എടുത്ത് പുറത്ത് വയ്ക്കാം. നല്ല വെയിറ്റാണ് കേട്ടോ വണ്ടിക്ക് ടോയ് ആണെന്ന് ഒരിക്കലും പറയില്ല. അതായത് ഒരു ടോയ് ഗ്രേഡിൽപ്പെട്ട വണ്ടിയാണെന്ന് ഒരിക്കലും പറയില്ല. ഹോബി ഗ്രേഡ് തന്നെയാണ് സംഭവം. 1/18 സ്കെയിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് വണ്ടിക്ക്. അപ്പോൾ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ ശരിക്കും വർക്ക് ചെയ്യും. ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഈ ഒരു ആംസൊക്കെ ശരിക്കും വർക്ക് ചെയ്യും. ഇതാണ് ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു ആം. ഇതൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നതാണ് ഹൈഡ്രോളിക് സിസ്റ്റം പോലെ. അതുപോലെ ഈ വണ്ടിയുടെ ബോഡി ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഹെവി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. പെട്ടെന്ന് താഴെ വീണൊന്നും പൊട്ടുമൊന്നുമില്ല, ആ ഒരു രീതിക്കാണ്. അതുപോലെ ടയർ കണ്ടോ, 4 വീൽ ഡ്രൈവ് അല്ല, പക്ഷേ നല്ല പവറാണ്, അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല കിടുക്കാച്ചി സോഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ അടിഭാഗത്ത് നല്ല ബോഡി നല്ല സ്ട്രോങ് ആണ്. ഞാൻ വീണ്ടും പറയാം, ശരിക്കും യഥാർത്ഥത്തിൽ നല്ല ഫോർക്ക് ലിഫ്റ്റ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ബലമുള്ളൊരു വണ്ടിയാണ് ഫോർക്ക് ലിഫ്റ്റ്. ഹെവി ആയിട്ടുള്ള ലോഡൊക്കെ ബാക്കിൽ വരും. ബാക്കിൽ ഇവിടെ നമ്മൾ എത്ര ഭാരം വെക്കുന്നു അത്രയും അതിൻ്റെ ഡബിൾ ഇരട്ടി ബാക്കിൽ ലോഡ് വേണമെന്ന് അറിയാം. ആ ലോഡ് ആ ഒരു ഡിസൈനൊക്കെ ചെയ്തേക്കുന്നത് കറക്റ്റാണ്. ഇവിടെ ഒരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പുറവശത്തുണ്ട് ഒരു ബാറ്ററിയുടെ കേസിങ്ങിൻ്റെ ആ ഒരു ബാറ്ററിയുടെ ക്യാപ്പ് നമ്മൾ അഴിക്കുക. അപ്പോൾ നമുക്ക് അതിന് പ്ലഗ് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ബാറ്ററി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാലറ്റിലാണ് നമ്മൾ സാധനങ്ങൾ വെച്ചിട്ട് പൊക്കുക. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഈ ഒരു ആം മാറ്റി നമുക്ക് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ. അത് നമുക്ക് പിന്നെ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതേ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഫോർക്ക് ലിഫ്റ്റിൻ്റെ 2 ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് കണ്ടോ. ഹെഡ്ലൈറ്റൊക്കെ സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. ഒരു ബ്രേക്ക് ലൈറ്റാണ് കത്തുന്നത്. നമുക്ക് സാധാരണ ഫോർക്ക് ലിഫ്റ്റ് ഇവിടെ ബ്രേക്ക് ലൈറ്റ് തന്നെയാണ് വരിക, അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കത്തുന്നത് കാണാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ റിമോട്ടിൽ ബാറ്ററി ഇടണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവനെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കട്ടെ. ഭയങ്കര സ്പീഡാണ്, ഇത്രയും സ്പീഡുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് തിരിച്ച് നിർത്തിയിട്ട് ഇവൻ്റെ ആമും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അതായത് നമ്മളിവിടെ ഈ പാലറ്റ് നമ്മളിങ്ങനെ വെക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ആദ്യം പാലറ്റ് മാത്രം നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ഫുള്ള് നമ്മൾ താത്തി. നമുക്ക് ഇനി പാലറ്റിലേക്ക് പോവാം. അതാ പാലറ്റിലേക്ക് ആൾ മച്ചാനെടുത്ത്. ഓക്കെ, പാലറ്റ് ഇവിടെ നമുക്ക് ലോഡ് ചെയ്യും. ഇനി തിരിച്ച് പാലറ്റിന് നമുക്ക് ലോഡ് ചെയ്യാൻ പോവാണ്.
അയ്യവാ ഫുള്ള് പൊക്കിയുണ്ട് പാലറ്റിനെ. അപ്പോൾ ഇതിലൊരു ലോഡില്ല, ഇപ്പോൾ നോ ലോഡിലാണ് ഫുള്ള് പൊക്കിയുണ്ട്. ശരിക്കും വർക്ക് ചെയ്യുന്ന ഫോർക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്ന അതേ സൗണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത് കേട്ടോ. പൊള്ളിയായിട്ട് ഒരു രക്ഷയില്ല. നമുക്കിനി ജസ്റ്റ് ഒന്ന് ലോഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ താത്താണ്, ഒരു ഷിവറിങ് ഒക്കെ ഉണ്ട് മച്ചാന്, അത് ലോഡില്ലാതെ എടുക്കണോണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഒരു ലോഡ് കൊടുത്തേക്കാം. നമുക്കൊരു കാർ എടുത്തിട്ട് വരാം. ഓക്കെ, സംഭവം പൊളിയാണ് എന്തായാലും ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വലിയൊരു കാർ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കാർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കാറും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലെ എത്ര ഐറ്റംസ് പൊക്കും നോക്കട്ടെ അവൻ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു വണ്ടി BMW ആണ്, ഇതിൻ്റെ ഡൈകാസ്റ്റ് മോഡലാണ് കേട്ടോ. അത് വെക്കുകയാണ്, നോക്കാം. അപ്പോൾ ഇതിൽ റിമോട്ടിൽ വരുന്ന ഫസ്റ്റ് ആദ്യത്തെ ആരോ മുകളിലേക്കുള്ള ആരോ മുകളിലേക്ക് അപ്പ് ചെയ്യാനാണ് കേട്ടോ, പൊക്കാനായിട്ട്. താഴേക്ക് ഡൗൺ ചെയ്യാനായിട്ടാണ്, ഈ ആം ഡൗൺ ചെയ്യാനായിട്ടാണ്. പിന്നെ ഇത് ഫ്രണ്ട് റൈറ്റ് വണ്ടി പോകാൻ, ഇത് ലെഫ്റ്റ് റൈറ്റ്, അത്ര ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൊക്കുന്നുണ്ട് നോക്കാം. അയ്യവാ, നമ്മുടെ BMW മച്ചാൻ പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ചെറിയൊരു ഷിവർ വരുന്നുണ്ട്, അത് കാരണം സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ BMW വിജയിച്ചിരിക്കുന്നു. അടുത്ത് നമുക്ക് ഈ കാർ. അപ്പോൾ പിള്ളേർക്ക് ഇത് ഭയങ്കര കൗതുകമാണ് കേട്ടോ, കാരണം ശരിക്ക് വർക്ക് ചെയ്യുന്നൊരു ഫോർക്ക് ലിഫ്റ്റ് തന്നെയാണ്. ആടാ ഫുള്ള് പൊക്കുന്നു, സംഭവം ഫുള്ള് വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. കാർ നോക്കാം, കുറച്ച് ഹെവി ആയിട്ടുള്ള കാറാണിട്ടത്. നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ നോക്കിയ ചാനലിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കിടിലൻ വണ്ടിയാണ്. നമ്മളിപ്പോൾ അവനെ പൊക്കാൻ പോവാണ്. ആളൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്നാലും പൊക്കുന്നുണ്ട് കേട്ടോ. പകുതിയിൽ നിന്നു. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള വണ്ടി എടുക്കില്ല, അതിനുള്ള പവർ ഇല്ല മച്ചാന്. നമുക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ, എന്നാലും സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. ശരിക്കും ഫോർക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്ന പോലെയാണ് വർക്ക് ചെയ്യണേ. നമുക്കിനി ഒരു 250 grams വരുന്ന ഒരു മൊബൈൽ ഫോൺ വെച്ച് നോക്കാം. ഇത് നമ്മളിവിടെ ഇതിൻ്റെ പാലറ്റിൽ വയ്ക്കുന്നുണ്ട്, പൊക്കാം. മച്ചാ ഫുള്ള് പൊക്കുന്നുണ്ട് കേട്ടോ, അതൊരു വിഷയമില്ല. ഓക്കെ, ഫുള്ള് പൊക്കി. ഓക്കെ, അടുത്തൊരു ആൻഡ്രോയിഡ് സെറ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, മെറ്റൽ ബോഡിയാണ്. നമുക്കത് പൊക്കാൻ നോക്കാം. ഇല്ല, കാറിൻ്റെ വെയിറ്റ് തന്നെയായിരിക്കും ഏകദേശം ആ ഒരു ഫോണോ, അതുകൊണ്ട് അവൻ അത് പൊക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരാൾ പൊളിയാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്പീഡും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡാണ് വണ്ടിക്ക്. ഹെവിയാണ്, നല്ല ബലമുണ്ട്. ആ ലൈറ്റൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു എക്സ്കവേറ്ററിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ നമുക്കൊരു ഫോർഡ് ബ്രോങ്കോ അല്ലെങ്കിൽ ഒരു ലാൻഡ് റോവർ, ഇതിലേതെങ്കിലും ആയിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.